അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മൾ പ്രധാനമായും ശംസുൽ ഉലമ ഖുതുബി അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡ് നമ്മളിവിടെ കൊടുത്തു വന്നിരുന്നു. അത് പ്രഥമമായിട്ട് കിട്ടിയത് ഈ ഉള്ളവനാണ്. പിന്നെ രണ്ടാമത് നമ്മൾ കൊടുത്തത് ബഹുമാനപ്പെട്ട വൈലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി അവർകൾക്കാണ്, അവരുടെ വഫാത്തിൻ്റെ മുമ്പായി. ഇങ്ങനെ 2 തവണയാണ് ശംസുൽ ഉലമ ഖുതുബി അവാർഡ് നൽകപ്പെട്ടിട്ടുള്ളത്. ശംസുൽ ഉലമ ഖുതുബി അവരുടെ നാമവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ സ്മരണയും ഓർമ്മയും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യത്തോടുകൂടെ തന്നെ നിലനിർത്തുന്നതിൽ സജീവമായി പങ്കുവഹിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായും ശൈഖുനായുടെ ശിഷ്യന്മാരും നമ്മുടെ സംഘവും നമ്മുടെ പ്രവർത്തകന്മാരുമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതേ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അവരുടെ പേര് നിലനിർത്താൻ ശംസുൽ ഉലമ ഖുതുബി അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാ, എന്താ കേൾക്കണില്ലേ? ഇൻഷാ അല്ലാ ഈ തവണ ശംസുൽ ഉലമ ഖുതുബി അവരുടെ പേരിൽ അവാർഡ് കൊടുക്കാനോ 5 കൊല്ലം കൂടുമ്പോൾ ആ അവാർഡ് അങ്ങനെ തന്നെ നിലനിർത്തി പോരുകയും അത് അർഹന്മാരായ ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് നൽകുകയും ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ അഹിബായ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇൻഷാ അല്ലാ ഈ അവാർഡ് ദാനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. വൈജ്ഞാനികമായി ദീനിൻ്റെ വിജ്ഞാനവും ഒരൂമും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമമെന്ന നിലക്ക് ദർസുകളും കിതാബ് രചനകളും ഗ്രന്ഥരചനയുമായി സദാസമയവും നിരതരായി കഴിയുന്ന പണ്ഡിതന്മാരെ, വൈജ്ഞാനികമായി കേമന്മാരുമായിട്ടുള്ള പണ്ഡിതന്മാർ നോക്കിയാണ് നമ്മൾ ഇൻഷാ അല്ലാ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 3 പണ്ഡിതന്മാരെ പ്രത്യേകം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഊണിലും ഉറക്കിലും അവർക്ക് ദീനീ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതി. ഒന്ന്, നമ്മുടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡൻറ്റും നാദാപുരത്ത് ശംസുൽ ഉലമ ഓറുടെ പിൻഗാമിയായി മുദരിസുമായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഉസ്താദ് അവർകളാണ് ഒന്ന്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ദർസും ഫലാഹിയയുടെ ദർസുമായി അദ്ദേഹം സജാ ദർസിലാണ്. വൈകുന്നേരവും മഗ്‌രിബിൻ്റെ ശേഷവും ഇശാ വരെയും ഒക്കെ ദർസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പല നാടുകളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകം താല്പര്യത്തോടുകൂടി ഓതണമെന്ന് പറഞ്ഞാൽ അപ്പോഴും അദ്ദേഹം ദർസ് നടത്താൻ തയ്യാറാണ്. ഇപ്പോൾ അദ്ദേഹം നാടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയിലും അദ്ദേഹം ദർസ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ദർസ് നടത്തി അതിൻ്റെയും മേൽനോട്ടം ബഹുമാനപ്പെട്ടവർക്കാണ്. അങ്ങനെ ദർസ് എന്നെഴുതി തന്നെ ദർസ് നടത്തുന്നതിനോടൊപ്പം എല്ലാ സമയത്തും ഗ്രന്ഥരചനയും കിതാബെടുത്തും ലേഖനമെടുത്തും നമ്മുടെ നുസ്രത്തിൽ ഇമാമുകൾ എന്ന പേരിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ പംക്തി അങ്ങനെ തുടരുകയാണ്. അദ്ദേഹം ഫത്ഹുൽ മുഈനിൽ പേര് പറയപ്പെട്ട ഇമാമുകളുടെ ചരിത്രങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥമിറക്കിയത് അൽ മുഹിമ്മ എന്ന പേരുള്ളൊരു കിതാബ് നമുക്കറിയാം. അതേപോലെ ബദരീങ്ങളുടെ പേര് ചരിത്രങ്ങൾ, പലരും ഏടുകളിലുള്ള ബദരീങ്ങളുടെ പേരുകളിലൊക്കെ പല വ്യത്യാസങ്ങളുമുണ്ട്, പല പിഴവുകളുമുണ്ട്. അതൊക്കെ തീർത്തുകൊണ്ട് ബദരീങ്ങളുടെ പേരൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രത്യേകമായൊരു ഗ്രന്ഥം. ഇപ്പം നമുക്കറിയാം അദ്ദേഹം അൽഫിയക്ക് ഒരു ഷറഹ്, ഫത്ഹുൽ മുഈനിൻ്റെ വ്യാഖ്യാനമായി ഹജ്ജ് വരെയുള്ള ഇബാദാത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വാള്യങ്ങളുള്ള കിതാബ്, ഇതൊക്കെ അദ്ദേഹം ഈ ദർസിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ്. ഈ വൈജ്ഞാനിക സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി അവരുടെ പേരിലുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ എന്ന AP സമസ്തയുടെ മുശാവറ അംഗവും അവരുടെ ഒരു നേതാവുമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ വയസ്സ് ചെന്ന ഒരു പണ്ഡിതനാണ്. കുറേയധികം എന്നെക്കാളിലൊക്കെ വയസ്സുണ്ട്, നല്ല വയസ്സുണ്ട്. ആ വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാസകലം അദ്ദേഹം കോടമ്പുഴ ദാറുൽ മആരിഫ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കോളേജുണ്ട്. അവിടെ സജീവമായി ദർസിന് വരുന്നുണ്ട്, ദർസ് നടത്തുന്നുണ്ട് വയ്യാഞ്ഞിട്ടും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നിരവധി ഗ്രന്ഥങ്ങളാണ്. മലയാളത്തിലായിട്ടും അറബിയിലായിട്ടും ധാരാളം ഗ്രന്ഥങ്ങൾ, ദർസിയായ കിതാബുകൾ തന്നെ ധാരാളം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബൈളാവിക്ക്, ജലാലീനിക്ക്, അങ്ങനെ ഒരുപാട്, ഫത്ഹുൽ മുഈനെ ചുരുക്കിയിട്ട് ഖുലാസ. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ തന്നെ പല ദർസുകളിലും
AP വിഭാഗത്തിൻ്റെ ദർസുകളിലൊക്കെ ദർസ് കിതാബായി തന്നെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പണ്ഡിതൻ എന്ന നിലക്ക് വിജ്ഞാനത്തിനും എൽമിനും വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വലിയ വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെയും ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പൂക്കോട്ടൂരിൽ മുഹമ്മദ് മുസ്ലിയാർ മുഹമ്മദ് ബാക്കവി എന്ന അബ്ജദ് എന്ന് പറയുന്ന ആ അക്കത്തിൻ്റെ കണക്കിനനുസരിച്ചുള്ള പേരാണ് അദ്ദേഹം എഴുതുന്ന ഗ്രന്ഥങ്ങൾക്കൊക്കെ ഇടുക. അതൊരു കൗതുകമാണ്. അതായത് അദ്ദേഹം എഴുതിയത് ഏത് തീയതിക്കാണോ ആ തീയതിയുടെ താരീഖ് വന്നാൽ ആ താരീഖിൻ്റെ അക്കത്തിനൊപ്പിച്ചിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ കിതാബിന് പേരിടുക. അപ്പോൾ അബുജദ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ അബുജദിൻ്റെ കണക്കനുസരിച്ച് കൊണ്ട് പിതാവിന് പേരിടുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. 100 കണക്കിന് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം വിവിധ ഫന്നുകളിലായിട്ട് രചിച്ചിട്ടുണ്ട്, ഒരുപാട് കിതാബുകൾ. അത്തരം കിതാബുകൾ രചിക്കുന്നതിനോടൊപ്പം അദ്ദേഹവും ഇതുപോലെ വലിയ മുദരിസായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുള്ള ഒരു മുദരിസാണ്. അപ്പോൾ ദർസും ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള തൂലിക കൊണ്ടുള്ള അധ്വാനവുമായി രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്ന ഒരു 3 വ്യക്തികളെയാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംഘടനാ വ്യത്യാസമില്ലാതെ അർഹന്മാരാണെന്ന് ആര് കേട്ടാലും ബോധ്യപ്പെടുന്നവരാണ് ഇവർ 3 പേരും. അവർക്ക് 3 പേർക്കും ഇൻഷാ അല്ലാഹ് ഈ ജൂൺ 20 കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ രീതിയിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ശംസുൽ ഉലമ ഖുത്ബി അവാർഡ് സമ്മാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്.